വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ രാജ്യതലസ്ഥാനം സ്തംഭിപ്പിച്ച ഇന്ത്യ സഖ്യം. ഭരണഘടനയേന്തി പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പാർലമെന്റിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ 300ഓളം എംപിമാരും ഇന്ത്യ സഖ്യ നേതാക്കളും പങ്കെടുത്തു. ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ മാർച്ച് തടഞ്ഞ പോലീസ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. 30 എംപിമാരെ മാത്രം കാണാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തതോടെ കമ്മീഷനെ കാണാനുള്ള നീക്കത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറി. एक्चुअली बात नहीं कर सकते हैं, रियलिटी ये है क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, वन मैन वन वोट की लड़ाई है. इसीलिए हमें साफ प्योर वोटर लिस्ट चाहिए. Naturally, as long as there are doubts in the minds of people about the fairness of the elections, that is harming the credibility of the Election Commission. As long as those doubts are removed, then the Election Commission's credibility can be regained. So the Election Commission's own interest lies in addressing these questions. പി ആർ സുനിൽ ചേരുന്നു നമുക്കൊപ്പം. പി ആർ സുനിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് നേരത്തെ പ്രഖ്യാപിച്ച മാർച്ചാണ്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ പുതിയ വിവരങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് പ്രതിപക്ഷം. എങ്ങനെയായിരുന്നു സമരാഗ്നി രാജ്യതലസ്ഥാനത്താളിയത്? കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുന്ന നമുക്ക് കാണാൻ കഴിയും. ഏതായാലും രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് പാർലമെന്റ് സീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ എംപിമാരുമായി ഈ പോലീസിന്റെ വാഹനം നമുക്ക് വരുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സുജയ, അപ്പോൾ എല്ലാ എംപിമാരെയും, പ്രതിപക്ഷത്തുള്ള എല്ലാ എംപിമാരെയും, പ്രതിഷേധ രംഗത്തിറങ്ങിയ എല്ലാ എംപിമാരെയും കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ പാർലമെന്റ് സീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അല്പം മുമ്പാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ തന്നെ കൊണ്ടുവന്നത്. ആ ബസ്സിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെയെ പോലുള്ള നേതാക്കളുള്ളത്. മുതിർന്ന നേതാക്കളായ ശരത് പവാർ ഉൾപ്പെടെയുള്ള കസ്റ്റഡിയിലെടുത്തു. അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രതിപക്ഷം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്താനിരുന്ന മാർച്ച് പാർലമെന്റിന്റെ കവാടം കടന്ന് പാർലമെന്റ് സ്ട്രീറ്റ് റോഡിലേക്ക് ഇറങ്ങിയ തൊട്ട് പിന്നാലെ തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയായിരുന്നു. പിന്നീട് 1 മണിക്കൂറോളം സമയം മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് അംഗങ്ങൾ പാർലമെന്റ് സ്ട്രീറ്റിൽ തുടർന്നു. പിന്നീട് പോലീസ് എല്ലാവരെയും ബലമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അങ്ങനെ വിവിധ ബസ്സുകളിലായി കയറ്റിയ ഇവരെ ഇപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ്. രാവിലെ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ വോട്ട് മോഷണം വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അംഗങ്ങൾ നോട്ടീസ് നൽകിയിരുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം വളരെ ശക്തമായി തന്നെ ഉന്നയിച്ചു. എന്നാൽ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ പിന്നീട് സഭയിൽ കൂടുതൽ വലിയ പ്രതിഷേധ കാഴ്ചകളായിരുന്നു. ഇപ്പോൾ ശരത് പവാർ പോകുന്നത് നമുക്ക് കാണാം. ശരത് പവാറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ഈ ഒരു പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ വളരെ മുതിർന്ന നേതാക്കളെ വരെ ഇപ്പോൾ പോലീസ് പാർലമെന്റ് സ്ട്രീറ്റിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ഈ ഒരു പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയെ പോലെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗെയെ പോലുള്ള നേതാക്കളെയും കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ഈ ബസ്സിനുള്ളിലേക്ക് കയറിയാൽ ഒക്കെ തന്നെ ഇതിനകത്ത് കാണാൻ കഴിയും. എ റഹീമിനെ പോലുള്ള നേതാക്കളുണ്ട്. കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളൊക്കെ തന്നെ ഈ ബസ്സിനുള്ളിലുണ്ട്. കാണാം, എ റഹീമിനെ കാണാം, ഫ്രാൻസിസ് ജോർജ് എംപിയെ കാണാം. അങ്ങനെ എല്ലാ അംഗങ്ങളെയും, പ്രതിപക്ഷ നിരയിലുള്ള എല്ലാ അംഗങ്ങളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. സുജി, എന്തായാലും വളരെ ശക്തമായ പ്രതിഷേധം ആയിരുന്നു ഇന്ന് പാർലമെന്റ് കവാടത്തിൽ ആദ്യം പ്രതിഷേധ ധർണ നടത്തിയ ശേഷമാണ് പ്രതിപക്ഷ
അംഗങ്ങൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നീങ്ങിയത്. പക്ഷേ പാർലമെന്റ് കവാടം വിട്ട് പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് എത്തിയ ഉടൻ തന്നെ എല്ലാ പ്രതിപക്ഷ അംഗങ്ങളെയും പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയായിരുന്നു. ഈ പാർലമെന്റ് സ്ട്രീറ്റിൽ നിന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിയത് ചൂണ്ടിക്കാണിച്ച് പോലീസ് എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് ഈ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നുള്ള NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള എംപിമാരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള എംപിമാരൊക്കെ തന്നെ ഈ ബസ്സിലുണ്ട്. തൊട്ടടുത്ത ബസ്സിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പോലുള്ള നേതാക്കളെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ എല്ലാ പ്രതിപക്ഷ അംഗങ്ങളെയും ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ ഇന്ത്യ സഖ്യത്തിലെ വിള്ളലുകൾ മറന്നുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ പോലുള്ള പാർട്ടികൾ പോലും ഇന്നത്തെ ഈ പ്രതിഷേധ നിരയിൽ മുന്നിൽ നിന്നു. തൃണമൂൽ കോൺഗ്രസ് ഇന്നത്തെ പ്രതിഷേധ നിരയിൽ മുന്നിൽ നിന്നു. അങ്ങനെ എല്ലാ പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി ഈ ഒരു വോട്ട് തട്ടിപ്പ് വിഷയത്തിൽ, വോട്ട് മോഷണ വിഷയത്തിൽ ഒന്നിച്ചു നിന്ന് വലിയ പ്രതിഷേധമുയർത്തുന്ന കാഴ്ചയ്ക്കാണ് ദില്ലി സാക്ഷ്യം വഹിക്കുന്നത്. അങ്ങനെ പാർലമെന്റ് സ്ട്രീറ്റിൽ എല്ലാ പ്രതിപക്ഷ അംഗങ്ങളും ഒറ്റക്കെട്ടായി വലിയ പ്രതിഷേധമായി രംഗത്ത് വരികയും ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നീങ്ങാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ എല്ലാവരെയും പോലീസ് തടഞ്ഞ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അവരെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ്. സുജിയ.